അപ്പൊ നമ്മള് കരുത്താമ്പാറയ്ക്ക് പോവാണ്. കരുത്തുംപാറ. ഞങ്ങള് കൊറേ ആൾക്കാരുണ്ട്. ഒരാളത് ഇവിടെ ഉറങ്ങുന്നുണ്ട്. ബിക്കോസ് ഞങ്ങളെല്ലാരും കൂടി ഇപ്പം കൊറേ നാളുകൾക്ക് ശേഷം കാണുന്നില്ല പോകുന്നത് ഒരു കുഞ്ഞിനെ ഒരുമിച്ച് വന്നത്. ലാസ്റ്റ് നമ്മൾ ഒരുമിച്ച് പോയത് ഗുരുവായൂരേനും. ഗുരുവായൂര് അതൊരു 8-9 മാസമൊക്കെ ലാസ്റ്റ്. പിന്നെ വിവേകേട്ടന് വിവേകേട്ടന് ഇടയ്ക്കിടയ്ക്ക് പോകുന്നതാണേ. ഞാളിപ്പം കൊറേ നാളുകൾക്ക് ശേഷം ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പൊ നല്ല നേരത്തെയൊക്കെ കുറച്ച് മഴയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ആ ഏരിയയിലോട്ട് സാധാരണ നല്ല മഴയായിരിക്കും എപ്പോഴും. ഇനിയിപ്പം എങ്ങനെയാ പോയാൽ അറിയാം മഴയുണ്ടോ. അപ്പം നമ്മൾ അവിടെ എത്തിയതിന് ശേഷം ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള കണ്ടന്റ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി ഇതിൻ്റെ കുറച്ച് ഭാഗമൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് എടുത്തിട്ടാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ ബാക്കി ഭാഗം നമ്മൾ ആതിരേനും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലാനാണ്. അപ്പൊ നമ്മള് കരുത്തമ്പാറ എത്തിയിട്ടുണ്ട്. പക്ഷെ നല്ല മഴ കേട്ടോ. അതുകൊണ്ട് ഞങ്ങളാ കയ്യില് 2 കുടയല്ലോ. ഞങ്ങൾ കുറച്ച് ആൾക്കാരുണ്ടല്ലോ. അപ്പൊ ലാസ്റ്റ് റെയിൻ കോട്ട് ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് വിവേണ്ടും കൂടി പോയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ കാറിൽ തന്നെ പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഇരിക്കുകയാണേ. അപ്പൊ ഞാള് വണ്ടി ഇറങ്ങിക്കില്ല, വാങ്ങിച്ച് തിന്നുന്നുണ്ട്. അങ്ങനെ കോട്ട് വാങ്ങാൻ പോയ 2 പേര് തിരിച്ചു വന്നത് വെറും കൈയോടെയാണ് കേട്ടോ. കാരണം അവർക്ക് കോട്ടൊന്നും കിട്ടിയില്ല. പെട്ടെന്ന് പെയ്ത ഒരു മഴ ആയതുകൊണ്ട് തന്നെ അവിടെയുള്ള കോട്ടൊക്കെ തീർന്നു പോയിട്ടുണ്ടായിരുന്നേ. അപ്പം ഞങ്ങൾ കുറച്ച് നേരം മഴ പോകുമെന്നൊന്ന് വെയിറ്റ് ചെയ്തു നോക്കി. അപ്പോൾ ചെറുതായിട്ട് കുറഞ്ഞപ്പോൾ ഞങ്ങൾ മെല്ലെ നടന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പാർക്കിംഗ് ഏരിയയിലോട്ട് വന്നപ്പോഴത്തേക്കും ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. വണ്ടിയൊക്കെ നിറയെ വണ്ടിയായിരുന്നേ. പക്ഷേ നമുക്ക് എന്തോ ഭാഗ്യത്തിന് നമ്മളവിടെ എത്തുമ്പോഴത്തേക്കും ഒരു വണ്ടി അവിടെ നിന്ന് തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പ്ലേസിൽ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് പറ്റിയേ. ഒരുപക്ഷെ ഇത് സൺഡേ ആയതുകൊണ്ടായിരിക്കും ഇത്രയും തിരക്ക്. പക്ഷെ മഴ ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ വിചാരിച്ചു തിരക്ക് കുറവായിരിക്കും എന്നൊക്കെ പ്രതീക്ഷിച്ചാണ് വന്നത്. പക്ഷേ അങ്ങനെയൊന്നുമല്ല, നല്ല തിരക്കായിരുന്നേ. പാർക്കിംഗ് ഏരിയ ഒക്കെ ഫുള്ളായതുകൊണ്ട് തന്നെ വണ്ടിയൊക്കെ കുറേ പേരൊക്കെ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ വണ്ടി നിർത്തിയിട്ടുണ്ടായിന്. ഞാൻ പറഞ്ഞല്ലോ വന്ന സമയത്ത് നല്ല മഴയായിരുന്നു. അപ്പം മഴ കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇവിടെ ഇറങ്ങണോ, ടിക്കറ്റ് എടുക്കണോ, അതോ തിരിച്ചു പോകണോ, അങ്ങനെയൊക്കെയുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു. പിന്നെ മഴ കുറഞ്ഞപ്പോഴാണ് ഞങ്ങൾ എന്തായാലും ഇറങ്ങാം, ടിക്കറ്റ് എടുക്കാം എന്നൊക്കെ വിചാരിച്ചത്. ഇവിടുത്തെ ഓപ്പണിംഗ് ടൈം വന്നിട്ട് രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ്. അപ്പം ഇങ്ങോട്ട് വരാനിരിക്കുന്നവർ മാക്സിമം രാവിലെ തന്നെ വരുന്നതായിരിക്കും നല്ലത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും പിന്നെ 6 മണിയാകുമ്പോൾ ഇവിടെ ക്ലോസ് ചെയ്യാമല്ലോ. അപ്പോൾ നമ്മൾ എന്തായാലും ടിക്കറ്റൊക്കെ എടുത്ത് വരുമ്പോൾ നമുക്കിവിടെ കുറച്ച് സമയം മാത്രമേ സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. രാവിലെയൊക്കെ വരികയാണെങ്കിൽ ഫുഡും ഇരിക്കാനുള്ള പായൊക്കെ എടുത്ത് വരികയാണെങ്കിൽ ഇവിടെ ഫാമിലി ആയിട്ട് കുറേ നേരം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അടിച്ച് പൊളിക്കാനുള്ളൊരു ടൈം സ്പെൻഡ് ചെയ്യുക, ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യാനുള്ളൊരു നല്ലൊരു ഏരിയ ആണ്. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് നമ്മൾ എന്തായാലും ടിക്കറ്റ് എടുക്കുന്ന സ്ഥിതിക്ക് ടൈം വളരെ കുറച്ചായിരിക്കും കിട്ടുള്ളൂ. ഫുഡ് ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നതിന് കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേങ്കിൽ വേസ്റ്റ് ഒന്നും അവിടെ കളയരുതെന്ന് അവർ പ്രത്യേകം പറയുന്നുണ്ട്. ഈ ഒരു ഏരിയയിൽ നല്ല തിരക്കാണ്. ഈ ഒരു ഭാഗത്തായിട്ട് ആളുകൾ കുളിക്കുന്നുണ്ട്, അതുപോലെ തന്നെ വെള്ളത്തിൽ കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ എല്ലാ ഭാഗത്തും വെള്ളത്തിൽ ഇറങ്ങാനായിട്ട് പറ്റില്ല കേട്ടോ. കുറച്ച് ഭാഗങ്ങളൊക്കെ ഡേഞ്ചർ ആയിട്ടുള്ള ഏരിയ ഉണ്ട്. ഇവിടെ ചില ഏരിയയിൽ സ്ഥിരമായിട്ട് അപകടങ്ങളൊക്കെ നടക്കുന്ന സ്ഥലമുണ്ട് കേട്ടോ. കഴിഞ്ഞ തവണ ഞങ്ങളിവിടെ വന്ന സമയത്ത് അതിൻ്റെ തൊട്ട് തലേ ദിവസം ഒരു കുട്ടി വെള്ളത്തിൽ വീണിട്ട് മരിച്ചിട്ടുള്ളൊരു സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം വരുന്ന ആൾക്കാർ കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പം നന്നായിട്ട് സൂക്ഷിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നല്ല തിരക്കായതുകൊണ്ട് ഞങ്ങൾ അപ്പുറത്തെ ഭാഗത്ത് തിരക്ക് കുറച്ച് കുറവുണ്ട്. അപ്പോൾ ആ ഏരിയയിലോട്ട് പോയിരിക്കാമെന്ന് കരുതി. ഇറങ്ങുന്നില്ല. ഇവിടെ ടിക്കറ്റ് മുതിർന്നവർക്ക് 30 രൂപയും കുട്ടികൾക്ക് 10 രൂപയാണ്. സാധാരണ മിക്ക സ്ഥലങ്ങളിലും 5 വയസ്സിന് മേലോട്ടുള്ള കുട്ടികൾക്കാണ് ടിക്കറ്റൊക്കെ വാങ്ങാറ്. ഇവിടെ 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും ടിക്കറ്റ് വേണം, 10 രൂപ വേണം. മുമ്പൊന്നും ഇവിടെ ടിക്കറ്റ് ഇല്ലായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ ക്യാമറ ഫോട്ടോഗ്രാഫിക്ക് 500 രൂപയും
വീഡിയോഗ്രാഫിക്ക് 1000 രൂപയാണ് അവർ വാങ്ങുന്നത്. അപ്പോൾ തന്നെ ഫോൺ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫിക്ക് ആണെങ്കിൽ അതിന് 50 രൂപ വേറെ അവർ വാങ്ങുന്നുണ്ട്. ഇവര് ഈ ഫോട്ടോഗ്രാഫിക്കും വീഡിയോഗ്രാഫിക്കും ഒക്കെ 500, 1000 ഒക്കെ വെച്ച് വാങ്ങുന്നത് അത് കുറച്ച് കൂടുതലല്ലേ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. എൻ്റെ മാത്രം അഭിപ്രായമാണ്. കാരണം നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ കാണാനുള്ളത്. അപ്പോൾ അവർ ഇത്രയൊക്കെ പൈസ അതിന് വാങ്ങേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ നമ്മൾ തിരക്കില്ലാത്ത ഏരിയയിലോട്ട് പോയിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തേ. എനിക്ക് തോന്നുന്നു 6 മണി വരെയാണെന്ന് തോന്നുന്നു ഇവിടെ സമയം. ഞങ്ങൾ ഓൾറെഡി ഇവിടെ എത്താനായിട്ട് നല്ല ലേറ്റ് ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് സമയം കൂടി ആയിരിക്കും ഇവിടെ കിട്ടുള്ളൂ. കുറെ പേരൊക്കെ തിരിച്ചു പോയിട്ടുണ്ട്. പിന്നെ ഈ ഒരു മഴന്റെ സീസണായിട്ടും ഷൂട്ടൊക്കെ എന്താ സേവ് ദ ഡേറ്റിന്റെ ഷൂട്ടൊക്കെ ഇപ്പോഴുണ്ട്. മഴയത്തൊക്കെ കല്യാണം ഉണ്ട്. അപ്പൊ ഇനിയിപ്പോ ഇവിടെ നമ്മൾ കുറച്ച് ഫോട്ടോസും ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് അയാള് സ്കിറ്റ് വീഡിയോ ഒക്കെ എടുത്തു. ഇനി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് തിരിച്ചു പോവും. വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ ഇവിടെ. ഇനി തിരിച്ചു നിക്കൊരു ഇവിടെ ഇഷ്ടായിക്കോ ഫോട്ടോ എടുക്കാൻ റെഡിയായി നിൽക്കാൻ. അങ്ങനെ 6 മണി ആവാറായപ്പോൾ തന്നെ സെക്യൂരിറ്റി ഒക്കെ വന്നിട്ട് ഞങ്ങളോട് എല്ലാവരോടും പെട്ടെന്ന് പോകാനായിട്ട് പറയുന്നുണ്ട്. കാരണം ഇപ്പോഴേ പറഞ്ഞാലാണ് 6 മണിയാകുമ്പോഴത്തേക്ക് എല്ലാവരെയും പുറത്തിറക്കാനായിട്ട് അവർക്ക് പറ്റുള്ളൂ. അപ്പം കുറേ പേരൊക്കെ അപ്പോഴും തകൃതിയായിട്ടുള്ള ഫോട്ടോഷൂട്ടൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സേവ് ദ ഡേറ്റിന്റെയും അതുപോലെ തന്നെ ബർത്ത്ഡേന്റെ ഒക്കെ ഷൂട്ട് ഇങ്ങനെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. പിന്നെ ഞങ്ങൾ പോകുന്ന വഴിയിൽ വാലിക്കോടുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഫുഡിന് വേണ്ടി കുറേ നേരം വെയിറ്റ് ചെയ്ത് വന്നു കേട്ടോ. ഇവിടുത്തെ ആംബിയൻസിനെ പറ്റി പറയാണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ. അടിപൊളിയാണ്. മഴയും കൂടി പെയ്തപ്പോഴത്തേക്കും സംഭവം സൂപ്പർ. ഞങ്ങളാണെങ്കിൽ ഇവിടെ ഇതിന് മുമ്പും വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ഫുഡൊക്കെ വന്നിട്ടോ. ഇനി ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ.